ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതും ഞാൻ കുറേ മുന്നേ ഇസമോളെ കണ്ണ് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പോൾ നമ്മൾ അവളെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മൾ ശ്രീനേത്രയിലാണ് കാണിക്കുന്നത്. പോകുന്ന വഴിയിലൊരു ഒപ്റ്റിക്കൽസ് കണ്ടപ്പോൾ നമ്മൾ ആ കടയിലൊന്ന് കയറി. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവളെ ഫ്രെയിം ഒന്ന് മാറ്റാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കയറിയതാണ്. ഇപ്പോൾ അവളെ മുഖത്തിരിക്കുന്ന ഫ്രെയിം കുറേ ആയി, ഒരു 2-3 വർഷത്തോളമായി. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് കരുതി നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ കയറിയതാണ്. നിർഭാഗ്യവശാൽ അവിടെ ഉള്ളതൊന്നും എൻ്റെ ഇസമോക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് ചേരുന്ന ഒരു ഫ്രെയിം അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബാക്കിൽ സ്റ്റേപ്പ് ഉള്ളതും കൂടി വേണമായിരുന്നു. കാരണം എന്താ, ഇങ്ങനെ സ്റ്റേപ്പ് ഇല്ലാത്ത കണ്ണടയായിരുന്നു അവിടെ ഒത്തിരി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞു, വേണ്ട, ഞാനെന്താ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ താഴെ വീണു പോകുമെന്ന് പറഞ്ഞു. വലിയ ഇഷ്ടം തോന്നിയില്ല കക്ഷിക്ക്. അപ്പം നമ്മൾ കുറച്ചുകൂടി അവിടെയൊക്കെ ഒന്ന് പരിധി നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിൽ സ്റ്റേപ്പ് ഉള്ളതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ വിട പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ശ്രീനേത്ര ഹോസ്പിറ്റൽ, ഐ ഹോസ്പിറ്റലിലോട്ട് പോയി. ഇതാണ് ശ്രീനേത്ര ഐ ഹോസ്പിറ്റൽ. നമ്മൾ അവിടെയാണ് ഇസയെ കണ്ണ് ചെക്ക് ചെയ്യുന്നത്. ഇസക്ക് കണ്ണിന് ചെറിയൊരു പവർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോക്ടറെ 3 വർഷമായി അവൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ പിന്നെ ടെസ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അവളെ കൗണ്ടറിൽ പോയി നമ്മൾ ഫീസൊക്കെ അടിച്ചു. അപ്പോൾ ശ്രീനേത്രയിൽ വന്നാലൊരു ഉപകാരമുണ്ട്. കാരണം നമ്മളെ പിന്നാലെ ഒരു നഴ്സ്, നമ്മളെപ്പോഴും നമ്മുടെ നഴ്സ് കൂടെ ഉണ്ടാവും, ഒരാൾ കൂടെ ഉണ്ടാവും നമ്മളെ കൊണ്ടുപോകാനും വരാനെല്ലാം. നമ്മൾ അവളെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ണ് ചെക്ക് ചെയ്തു. അവളെ കാണിക്കുന്ന ഡോക്ടർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡോക്ടർ അവളെ കാണിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഡോക്ടർ അല്ല അവർ, കുഞ്ഞുങ്ങളെ ഡോക്ടർ അവളെ കാണിച്ച ഡോക്ടറെ തന്നെ എന്തായാലും കാണിക്കണം, കാരണം 2 വർഷമായിട്ടില്ലേ, അതുകൊണ്ട് അവളെ ഡോക്ടറെ കാണിക്കണം എന്ന് തന്നെ ആ ഡോക്ടർ പറഞ്ഞു. 1-2 സ്ഥലത്ത് ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേറൊരു ദിവസത്തേക്ക് നമ്മൾ അവളെ ഡോക്ടറെ ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ നല്ല വിശപ്പ് കാരണം ഹോട്ടലിൽ കയറി ഇസ ബേബിക്ക് കാടമുട്ട വറുത്തത് വേണമെന്ന് പറഞ്ഞു. അത് ഒരു പ്ലേറ്റിൽ തന്നെ ഒരു 5-6 എണ്ണം എങ്ങാനും ഉണ്ടായിരുന്നു. അത് അവൾ കഴിക്കില്ല എന്നറിയാമെങ്കിലും അവളെ വാശി കാരണം വാങ്ങേണ്ടി വന്നു. ഞാനൊരു ബോണ്ട വാങ്ങി. ഇവിടെ എന്താ പറയാമെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലതിന് ബോണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങി അവൾ ഒരെണ്ണം മാത്രമേ അതിന്ന് കഴിച്ചുള്ളൂ. ബാക്കിയൊക്കെ അവളെ ബാപ്പ കഴിക്കേണ്ടി വന്നു. ബാപ്പയെ ഒരുപാട് കഴിച്ചില്ല, അവരും ബാക്കി കളയേണ്ടി വന്നു. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഫസ്റ്റ് കഴിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ പിന്നെ അവൾക്ക് മതിയായി. ഞാൻ അവൾക്ക് ഇവിടുന്ന് കാടമുട്ട ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അത് ആ ഒരു ഇഷ്ടത്തിന് വാങ്ങിയതാണ്. പക്ഷെ അതൊരു ടേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇക്ക പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ ജ്യൂസൊക്കെ വാങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. ഇസയെ അന്ന് ഡോക്ടറെ കാണിക്കാൻ ബുക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ശ്രീനേത്രയിലോട്ട് പോവാണ്. ബുക്ക് ചെയ്ത ആ ദിവസമാണിത്. അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി, എല്ലാം ഇതിൽ തന്നെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ അവിടെ പോയപ്പോൾ നേരെ ആ ഡോക്ടറത്തേക്കാണ് വിട്ടത് ഇസയുടെ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ കൗണ്ടർ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞ് നമ്മളെ വയസ്സ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഫസ്റ്റത്തെ ഫ്ലോറിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നൈസ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് ഇസ മറിയത്തിൻ്റെ ഡോക്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇസക്ക് കാണിച്ചു കൊടുത്തു. ഇനി കളിക്കാൻ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഇസക്ക് കാണിച്ചു കൊടുത്തു. ഇസ അവിടെ പോയി കളിക്കാൻ തുടങ്ങി. അവൾക്ക് സമയം പോയി കിട്ടല്ലോ. അപ്പോൾ അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ അവളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്ക ഓഫീസിലെ കാര്യം വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ണട അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ കണ്ണട അല്ലാത്തതുകൊണ്ട് അവൾക്കൊരു ഉഷാറില്ലായ്മ ഉണ്ട്. സിസ്റ്റർ വന്ന് വിളിച്ചു കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈസയുടെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഈസ വീണ്ടും അവിടെ പോയി കളിക്കുകയാണ്. അവിടെ ഒരു 1.5 വെയിറ്റിംഗ് ആയിരുന്നു ഗായ്സ്. ഇരുന്ന് എന്താ പറയുക, വേരിറങ്ങിയെന്ന് പറയാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വന്നു. അങ്ങനെ ഇസയെ ഒരുവിധം ഡോക്ടറെ കാണിച്ചു. എത്ര പ്രാവശ്യം ഞങ്ങൾ ചായ കുടിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല ഗായ്സ്. അപ്പോൾ ഇസയെ ഡോക്ടറൊക്കെ കാണിച്ചു. നമ്മൾ നേരെ ഒപ്റ്റിക്കൽസിലേക്ക് പോയി അവിടേക്കാണ് അവർ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈസ നല്ല ആഗ്രഹത്തോടെ ഒപ്റ്റിക്കൽസിലേക്ക് പോയി വേറെ കണ്ണടയൊക്കെ വാങ്ങാൻ ഫ്രെയിമൊക്കെ വാങ്ങി സുന്ദരിയായിട്ട് വരാമെന്ന് കരുതി പോയതാണ്. പക്ഷേ പാവം അത് ഡോക്ടർ പറഞ്ഞു കണ്ണടേൻ്റെ ആവശ്യമില്ല, ഉപയോഗിച്ച് തന്നെ മതി, പ്രത്യേകിച്ച് ഒരു ഡിഫറൻ്റ് ഒന്നും കാണുന്നില്ല, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈസ ഭയങ്കര നിരാശയായി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.